നിങ്ങൾക്കായി മനോഹരമായ ഒരു ഉദ്യാനം പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു പുതിയ വിനോദസഞ്ചാര ഇടത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയതായ സാൻ ആൻ്റോണിയോ പട്ടണത്തിലെ തന്നെ മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് സീ വേൾഡ്. അമേരിക്കയിലെ ടെക്സാസിലുള്ളതായ സാൻ ആൻ്റോണിയോ പട്ടണം ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈ അമേരിക്കയിലെ തന്നെ 7 മുഖ്യ പട്ടണങ്ങളിലൊന്നാണ്. സാൻ ആൻ്റോണിയോ പട്ടണത്തെ ഏറെ പ്രസിദ്ധമാക്കുന്ന ഒരു വിനോദസഞ്ചാര ഇടം കൂടിയാണ് സാൻ ആൻ്റോണിയോയിലുള്ളതായ സീ വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു ഇടം. അവിടേക്കുള്ളതായിട്ടുള്ള യാത്രയിലാണ്. മനോഹരമായ റോഡുകൾ, ഏറെ സുന്ദരമായ പട്ടണം, റോഡുകൾ ഇരുവശത്തും നല്ല മരങ്ങളും വിവിധ ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് ഏറെ മനോഹരമാക്കിയിരിക്കുന്നു. ഈ സീ വേൾഡിൻ്റെ പ്രവേശന ദ്വാരത്തിലേക്ക് നമ്മൾ അടുത്തു വരികയാണ്. ഞങ്ങളെ ഈ ഇടത്തേക്ക് കൊണ്ടുപോകുന്നത് പ്രിയപ്പെട്ട സുജൻ സാറാണ്. അവിടേക്കുള്ള ടിക്കറ്റ് ഏകദേശം $75 ഒരാൾക്ക്. അതായത് നമ്മുടെ ഏതാണ്ട് ഒരു 6,000 രൂപ അവിടുത്തെ പ്രവേശന ഫീസായിട്ട് തന്നെ നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. അങ്ങോട്ടേക്കുള്ളതായ യാത്രയാണ്. ഈ യാത്രയിൽ പ്രത്യേകിച്ച് ഞാനും എന്നോടൊപ്പം എൻ്റെ ഭാര്യയുമുണ്ട്. ഞങ്ങൾ 2 ദിവസത്തേക്കിനുള്ളതായ ഒരു പാക്കേജാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ദിവസം വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഞങ്ങൾ വീക്കെൻഡിലാണ് ഇവിടേക്ക് വരുന്നത്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ കാണികൾ ഏറെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞങ്ങളെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നത് സുജൻ സാറാണ്. നിങ്ങൾക്ക് കാണാം, അദ്ദേഹം ബാംഗ്ലൂർ സ്വദേശിയാണ്. അമേരിക്കയിലായിട്ട് ഏറെ വർഷങ്ങളായിരിക്കുന്നു. ഇതിൻ്റെ വലതുവശത്ത് നിങ്ങൾക്ക് കാണാവുന്ന ഈ വിശാലമായ മൈതാനം പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളതായ സ്ഥലങ്ങളാണ്. പ്രത്യേകിച്ച് അമേരിക്കയിലെ ഏത് ഒരു പ്രസ്ഥാനം, അത് ഏതിടത്ത് പോയാലും അവിടെയുള്ള ഏറിയ ഒരു നന്മ എന്ന് പറയുന്നത് വലിയ പാർക്കിംഗ് ഗ്രൗണ്ടുകളാണ്. ഇവിടെ റൂഫ് ഇട്ടിരിക്കുന്നതായിട്ടുള്ള പാർക്കിംഗ് ഗ്രൗണ്ട് നിങ്ങൾക്ക് കാണാം. അത് ഏതാണ്ട് 100 കണക്കിന് ഏക്കറുകൾ വ്യാപിച്ചു കിടക്കുന്നതായിട്ടുള്ള ഒരു പാർക്കിംഗ് ഇടമാണ്. എന്നാലും ഈ ഇടത്ത് ഞങ്ങൾ വൈകുന്നേരം പോകുമ്പോഴേക്കും വാഹനങ്ങളൊക്കെ നിറഞ്ഞിരുന്നു. അത്രയ്ക്ക് ആളുകൾ ഈ ഇടം കാണുവാനായിട്ട് കടന്നു വരുന്നു. ഇപ്പോഴിതാ ഈ സീ വേൾഡിൻ്റെ പ്രവേശന ദ്വാരത്തിലേക്ക് ഞങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട് പ്രിയപ്പെട്ട സുജൻ സാർ ഇപ്പോൾ തിരിച്ചു പോകും. വൈകുന്നേരം ഞങ്ങളെ പിക്കപ്പ് ചെയ്യാൻ വരാമെന്ന വലിയൊരു ആശ്വാസം ഞങ്ങൾക്ക് പകർന്നു നൽകിക്കൊണ്ട് അദ്ദേഹം ഞങ്ങളെ ഇവിടെ ആക്കിയിട്ട് കടന്നു പോകുന്നു. സീ വേൾഡിൻ്റെ പ്രവേശന ദ്വാരമാണ് ഇത്. വളരെ ഉയരത്തിൽ പണിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഗേറ്റുകൾ, അതിൻ്റെ വിവിധ ഗേറ്റുകളുണ്ട്. അതിൻ്റെ പല ഗേറ്റുകളിലേക്ക് പ്രവേശിക്കാനുള്ളതായിട്ടുള്ള ഇടത്തേക്കാണ് ഞങ്ങൾ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് അത് വളരെ മനോഹരമായിട്ടുള്ള കാണാം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സീ വേൾഡ് പാർക്കുകളിൽ ഒന്നാണ് സാൻ ആൻ്റോണിയോയിലുള്ളതായ ഈ സീ വേൾഡ് എന്ന് പറയപ്പെടുന്നു. വ്യത്യസ്തമായ ആകർഷണങ്ങൾ, ലൈവ് ഷോകൾ, സാഹസിക റൈഡുകൾ എന്നിവ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് സമുദ്ര ജീവികളായിരിക്കുന്ന വിവിധ ജീവികളെ കുറിച്ചുള്ളതായിട്ടുള്ള ഷോകൾ ഇവിടെയുണ്ട്. ഡോൾഫിൻ, പെൻഗ്വിൻ തുടങ്ങിയതായിട്ടുള്ള വിവിധ സമുദ്ര മൃഗങ്ങളുടേതായിട്ടുള്ള ഷോകളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഞങ്ങൾ
ഞങ്ങൾ ഗേറ്റൊക്കെ കടന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ജനങ്ങളുടെ വലിയൊരു തിരക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. നമുക്ക് വിവിധ ആകാശയാത്രകളുടെ ആ ഒരു പാതകളൊക്കെ നമുക്കിവിടെ കാണാം. ഇത് ആകാശം മുട്ട നിൽക്കുന്നതായിട്ടുള്ള ഈ റൈഡുകൾ, ഇതിൽ കയറുന്നത് പോയിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ തന്നെ പേടി വരുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഒരു താല്പര്യമുണ്ടായിരുന്നു ഇതിലൊക്കെ ഒന്ന് കയറണമെന്ന്. എന്നാൽ എൻ്റെ ഭാര്യ അതിനനുവദിക്കാതെ ഞങ്ങളിങ്ങനെ ആകാശത്തുകൂടെ ഒരു ട്രെയിൻ ഒഴുകി വരുന്നു. അത് കണ്ടുകൊണ്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു. തീർച്ചയായിട്ടും അതിൽ യാത്ര ചെയ്യുന്നവർ ആരായിരുന്നാലും അവരെ അഭിനന്ദിച്ചേ മതിയാകൂ. സാഹസികതയെ ഏറെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉള്ളതായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെയുണ്ട്. ഇവിടെ വളരെ വിശിഷ്ടമായൊരു കാഴ്ചയാണ് നമുക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് പെൻഗ്വിനുകളുടെ ഒരു വലിയൊരു ലോകം തന്നെ ഇവിടെ അവർ അവിടെ ഒരുക്കിയിരിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പെൻഗ്വിൻ പക്ഷിയെ കാണുന്നത്. മല്ലന്മാർ മസിൽ പിടിച്ച് നിൽക്കുന്നത് പോലെ അവരിങ്ങനെ പാറപ്പുറത്തും അവിടെയൊക്കെ ആയിട്ടിങ്ങനെ നിൽക്കുന്നു. ചിലരുടെയൊക്കെ നടപ്പ് കാണുമ്പോൾ തന്നെ അവരുടെ സാമ്രാജ്യം, ഇവിടേക്ക് നിങ്ങൾ എന്തിനു വന്നു എന്നുള്ള ചോദ്യം ഉദിപ്പിക്കുന്ന രീതിയിലുള്ളതായിട്ടുള്ള നിപ്പാണ്. അവർക്ക് തീറ്റ കൊടുക്കുന്ന ആളുകളെ നമുക്കവിടെ കാണാം. ഐസ് വേൾഡ് തന്നെയാണത്. ഐസിനാൽ നിർമ്മിക്കപ്പെട്ട ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അവ അതിനുള്ളിൽ കഴിയുന്നത്. ഇത് എനിക്കേറെ കൗതുകമുണർത്തിയതായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. അവയെ കാണാനായിട്ട് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന റാമ്പിൽ നമ്മളിങ്ങനെ നിന്ന് കൊടുത്താൽ മതി. ആ റാമ്പ് നമ്മളെ ഇങ്ങനെ പതിയെ അത് കാണിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകും. വളരെ രസകരമായിട്ടുള്ള കാഴ്ച. ഏറെ പെൻഗ്വിനുകൾ, അതിൻ്റെ കുട്ടികൾ, അതിൽ വളരെ പ്രായമുള്ള പെൻഗ്വിനുകളെയൊക്കെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഇത് കണ്ടത് എനിക്ക് ഏറെ മാനസിക ഉല്ലാസം നൽകുന്ന ഒരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നി. പെൻഗ്വിനെ കുറിച്ചുള്ളതായിട്ടുള്ള വിവിധ വിവരണങ്ങൾ നൽകുന്നതായ ഷോപ്പുകൾ, അതിൻ്റേതായിട്ടുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ ഒക്കെ ഇവിടെ നമുക്ക് കാണുവാനായിട്ടും മേടിക്കുവാനായിട്ടൊക്കെ ഉള്ളതായ സാധ്യതയുണ്ട്. അങ്ങനെ പെൻഗ്വിനെ കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് വെളിയിലേക്ക് വന്നു. തുടർന്ന് വളരെ രസകരമായ മറ്റൊരു കാഴ്ചയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് നമുക്ക് പത്തനംതിട്ട ജില്ല കോന്നിയിലൊക്കെ ഉള്ളതായ ഈ ഒരു കൊട്ടവഞ്ചി സവാരിയാണ്. വളരെ മനോഹരമായ രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന സുരക്ഷിതമായ ഒരു കൊട്ടവഞ്ചികളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് അതിനായിട്ട് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഒരു ജലപാതയിൽ കൂടിയാണ് ഈ കൊട്ടവഞ്ചി ഒഴുകുന്നത്. സാധാരണ നാട്ടിൽ നമ്മൾ കാണാറുള്ള കൊട്ടവഞ്ചിയൊക്കെ അത് നമ്മൾ തുഴഞ്ഞു പോകണം. പക്ഷേ ഇത് വെള്ളം അപ്രകാരം താണൊഴുകുന്ന ഒരു പാത തയ്യാറാക്കി അതിൽ കൂടെ നമ്മൾ അനായാസേന ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു രീതിയാണിത്. അവിടെയായിട്ട് മോട്ടറൈസ്ഡ് ആയിട്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. പോകുമ്പോൾ നമ്മളെ വെള്ളം നനയ്ക്കാനുള്ളതായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. വളരെ രസകരമായ ഒരു കാഴ്ചയാണ് ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഞങ്ങളും ഏറെ നേരം ക്യൂവിൽ നിന്നാണ് ഈ ഒരു സവാരിക്കായിട്ട് അവസരം ലഭിച്ചത്. അങ്ങനെ ഞങ്ങളും അതിൽ സവാരി ആരംഭിച്ചു. ഈ കൊട്ടവഞ്ചി സവാരിയോടുകൂടെ ഞങ്ങളെ ഇന്നത്തെ ഈ ഒരു പരിപാടി അവസാനിപ്പിക്കുകയാണ്. നാളെ മറ്റൊരു ദിവസത്തെ പ്രോഗ്രാം കൂടിയുണ്ട്. പ്രത്യേകിച്ച് വാട്ടർ പാർക്ക്, മറ്റു കാര്യങ്ങളൊക്കെ കാണാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ തുടർന്നുള്ളതായിട്ടുള്ള കാഴ്ചകളെ നിങ്ങൾക്ക് വിവരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. പ്രത്യേകിച്ച് ഈ വീഡിയോ കണ്ടതിൽ നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുന്നു. കഴിയുമെങ്കിൽ ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ടൊക്കെ സാധിക്കും. ഞങ്ങളോടൊപ്പം ഒരു ആഫ്രിക്കയിൽ നിന്ന് വന്നു എന്ന് പറയപ്പെടുന്ന ഒരു ഫാമിലി കൂടെ ഈ സവാരിയിൽ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തിരുന്നു. പ്രത്യേകിച്ച് നാളത്തെ വളരെ രസകരമായ വാട്ടർ പാർക്ക് എക്സ്പീരിയൻസിന് വേണ്ടി കാത്തിരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.